ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിവിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ സിവിക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ സർപ്രൈസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ സിവിക്ക് എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും സ്റ്റിയറിംഗ് ബോക്സിന്റെ ലീക്ക് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഫുള്ള് പണിയെടുപ്പിച്ചിട്ടുണ്ട്. തരി ലീക്ക് പോലും ഇല്ലാത്ത ലെവലിൽ നമ്മൾ കംപ്ലീറ്റ് പണിയെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടി കാണിച്ചു തരാം. സോ ഗായ്സ്, നമ്മുടെ സിവിക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോർമലി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ട് വരാറ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സി ഗൈസ്, നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ലിപ്പ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കുറച്ചും കൂടെ ഡ്രോപ്പ് കിട്ടി. അപ്പോൾ ഇനിയും ഡ്രോപ്പ് ആവും. സൈഡൊക്കെ കണ്ട, സൈഡൊക്കെ ഓൾമോസ്റ്റ് തട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഡ്രോപ്പ് അടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സൈഡിലേക്ക്, ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളെ നോർമൽ ഫ്രണ്ട് ഭാഗത്തിനേക്കാളും സൈഡിലോട്ട് കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് ഡ്രോപ്പ് അടിക്കാത്തത്. വണ്ടി ഇപ്പോൾ അപാര ലുക്ക് ആയിക്കോട്ടെ. റണ്ണിങ്ങിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ 40 PSI ഇട്ടിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറ്. 40-35 ആ ഒരു PSI അളവിലിട്ടിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറ്. ഇപ്പോൾ നമുക്ക് ആ ഒരു അളവിലിട്ട് ഡ്രൈവ് ചെയ്യുമ്പോണ്ടല്ലോ വണ്ടി കറക്റ്റ് ഇങ്ങനെ ഡൗൺ ആയിട്ടാണ് റൺ ചെയ്ത് വരുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു മൂഡ് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കി എങ്ങനെയുണ്ട് ലിപ്പ് ആഡ് ചെയ്തിട്ട്. നമ്മുടെ പഴയ ബമ്പറിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ലിപ്പ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, കുറേ മുന്നേ, ഒരു 4-5 വർഷം മുന്നേ നമ്മൾ പണിത ഒരു ലിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിപ്പും കൂടി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അത് ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഈ ഒരു ലിപ്പിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ നോർമൽ ഇനി കൊണ്ടുനടക്കുന്ന പോലെയല്ല, ഏകദേശം ഒരു 2.5-3 ഇഞ്ചോളം താഴത്തേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇനി കൊണ്ടുനടക്കുമ്പോൾ സൂക്ഷിച്ച് കൊണ്ടുനടക്കണം. ഈ ഓൾറെഡി ഈ ഒരു ബമ്പറിൽ തന്നെ നമ്മൾ താഴ്ത്തി കൊണ്ടുനടക്കുമ്പോൾ ഫുള്ള് തട്ടിയിട്ടാണ് കൊണ്ടുനടക്കുക. ഇനി കൊണ്ടുനടക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇതാണ് ലിപ്പ് അടിച്ചിട്ടുള്ള ആ ഒരു വ്യൂ. എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പറയും. ഓക്കെ. ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ കണ്ടുവരുന്നൊരു ലിപ്പും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ സംതിങ് ഒരു വെറൈറ്റി ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയും. റണ്ണിങ് ഷോട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റയിൽ വീഡിയോ വരുന്നുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ലിപ്പ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗായ്സ്, നമ്മൾ ഒരു 4-5 വർഷം മുന്നേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിപ്പ്. റെഡ് ഉണ്ടായിരുന്ന സമയത്ത് ബനാന കിറ്റ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കയ്യിൽ, ആ ഒരു കിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് റബ്ബർ ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ്. സോ ആ റിമൂവ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിപ്പാണ് ഇരിക്കണത്. ഈ ഒരു ലിപ്പും കൂടി അതിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നോക്കി നോക്കാം. രസമുണ്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതും കൂടി ആഡ് ചെയ്യൂട്ടാ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഗായ്സ് നമ്മൾ ഈ ഒരു ലിപ്പും കൂടിയും ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ. സംഭവം കുറച്ച് ചളിയായിട്ട് എടുക്കുകയാണ്. കുറച്ചുകൂടി ക്ലീൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു. ചളിയായിട്ട് എടുക്കാനായിട്ട് ചെറിയൊരു വൃത്തികേടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, രസമുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലിപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഈ ഒരു ലിപ്പ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ബമ്പറിൻ്റെ സൈഡിൽ ചെറിയ ഒരു സെറ്റപ്പ് കൂടി ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലിപ്പ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വണ്ടി ഒരാഴ്ച വർക്ക്ഷോപ്പിൽ കിടന്നതാണ്. അതുകൊണ്ട് തന്നെ ആകെ ചളി പിടിച്ച് കിടക്കുകയാണ്. മഴ കൊണ്ടിട്ട് കംപ്ലീറ്റ്ലി ഡേർട്ടായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് സുന്ദര കുട്ടപ്പനാക്കാനുണ്ട്. ഇപ്പോൾ ചളി ആയതിൻ്റെ ഒരു വൃത്തികേടുണ്ട് വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ. ചളി ഉള്ളതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് ലിപ്പ് ആഡ് ചെയ്തതിൻ്റെ ഒരു വൃത്തി മര്യാദക്ക് അറിയുന്നില്ല. AC ക്ലിയർ ആക്കി, ഫാൻ മാറ്റി. നമ്മൾ ഓൾറെഡി ഫാന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെൻഡറിൻ്റെ താഴെ വരുന്ന ഒരു ലൈനർ പൊട്ടിക്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ലൈനറും നമ്മൾ മാറ്റി, 2 സൈഡും നമ്മൾ മാറ്റി. ആ ഒരു ഭാഗവും നമ്മൾ ക്ലിയർ ആക്കി. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥയാണ്. നമ്മളങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ലെവല് റിയാക്ഷൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ സ്കൂൾ വിട്ട സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതാണ് നോക്കുക, പിള്ളേരൊക്കെ നോക്കണ്ട. പൊട്ടിക്കാൻ പറഞ്ഞവർ അങ്ങനെ പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വേറെ ലെവല് റിയാക്ഷൻസ് കിട്ടുന്നുണ്ട്. ഡ്രൈവ് ചെയ്തുകൊണ്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഞാൻ മീറ്റർ വർക്കാൻ തുടങ്ങി, പക്ഷേ സെൻറ്റർ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതായത് കിലോമീറ്റർ സ്പീഡ് കാണിക്കുമല്ലോ, അത് വർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ആക്കണം. ഞാൻ വിട്ടതാണ്, അതല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ സിബിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതാണ്ട 39 PSI ഫ്രണ്ട് ബാക്ക് ഇട്ടേക്കണത്. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കണത്. എന്നാലും ചെറിയ പേടിയുണ്ട്. ഇനി ഇത് പരിചയമാവാനുണ്ട്. കാരണം സ്കേർട്ട് എത്രത്തോണ്ട് ഇറങ്ങിക്കുന്നുണ്ട് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു ഐഡിയ കിട്ടും. ഏത് ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തട്ടാതാവും, അല്ലെങ്കിൽ ഏത് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ തട്ടാതാവും, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇതൊരു ഐഡിയ കിട്ടിയിട്ടില്ല. നമുക്ക് ഡ്രൈവ് ചെയ്തതിന് പരിചയം ആവാണ്ട്. പരിചയം ആയതിന് ശേഷമാണ് നമുക്ക്
അതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും എവിടെയും തട്ടാതെ രക്ഷപ്പെടട്ടെ. ഇപ്പോൾ 39 പോകുന്നത്. 39 പോകുമ്പോൾ 39 PSI പോകുമ്പോൾ നോർമലി ഇത്ര ഹൈറ്റ് നമുക്ക് നോർമൽ കിറ്റിൽ ഇത്ര ഹൈറ്റ് നമുക്ക് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിയറൻസ് നല്ല കുറഞ്ഞ് കിട്ടി. ഇപ്പോൾ ഏകദേശം ഈ ഒരു 40 PSI പോകുമ്പോൾ ഇത്ര ഗ്യാപ്പേ നമുക്കുള്ളൂ കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൻ്റെ പുറത്താണ് നമ്മൾ പോണത്. അത്യാവശ്യം ഒരു ചെറിയൊരു എഡ്ജ് വന്നിട്ട് വണ്ടി സ്പീഡിലാണ് പോകുന്നത് വെച്ചാൽ വണ്ടി ആ എഡ്ജിൽ ചാടി കഴിഞ്ഞാൽ പോലും കിറ്റിൽ നല്ല അടി വരും, നല്ല പ്രഷർ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ഡ്രൈവ് ചെയ്യണം. പഴയ പോലെ റഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം കിറ്റിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം 2.5 ഇഞ്ച് 3 ഇഞ്ച് അടുപ്പിച്ചിട്ട് നമ്മൾ ഈ സാധനം താഴത്തേക്കല്ല ഇങ്ങനെ വൈഡ് ആക്കിയിട്ടാണ് അടിച്ചേക്കണത്. ഇങ്ങനെ താഴത്തേക്ക് സ്ട്രൈറ്റ് അല്ല. സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, 39 ഇട്ട് കഴിഞ്ഞാൽ അടിമുട്ടി. ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് അടിച്ചേക്കണത്. നമുക്ക് ഇനിയും താഴ്ത്തിയിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ സ്ട്രൈറ്റ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും താഴത്തിൽ ഒരു 33 അടുപ്പിച്ചിട്ടൊക്കെ ഇടാൻ പറ്റും. നമുക്ക് 33 മുതൽ 30 വരെ നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ സൂക്ഷിച്ച് പോകണം. നമ്മൾ പിടച്ച് പോകാനൊന്നും പറ്റില്ല. മെല്ലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. നമുക്കൊരു 30 പോവാം. വളം തിരിയില്ലാത്ത സ്ട്രൈറ്റ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ 30 PSI ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഗ്യാപ്പ് അത്രയും ചെറുതായിരിക്കും. ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. അതുപോലെ തന്നെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യും വേണം. അതാണ് അവസ്ഥ. എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. AC നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC കൂളായി. ഇപ്പോൾ സമാധാനമായി. മറ്റേത് ആ ചൂടത്ത് വേർത്തൊലിച്ചിട്ടാണ് കുറച്ച് ദിവസം നമ്മൾ വണ്ടി ഓടിച്ചത്. ഇപ്പോൾ AC ക്ലിയർ ആയപ്പോൾ ആ ഒരു ടെൻഷൻ മാറി കിട്ടി. അതുപോലെ തന്നെ ലീക്ക് മാറി നോക്കുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ടെൻഷനും നമുക്ക് മാറി കിട്ടി. ഭാഗ്യത്തിന് നമുക്ക് പമ്പോ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ലീക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിയറിംഗ് ബോക്സ് പണിത് റീകണ്ടീഷൻ ചെയ്തു. അതുപോലെ തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാം ക്ലിയർ ആക്കി വെക്കുമ്പോൾ ക്ലിയറായി. ഇപ്പോൾ ഒരു മൈന്യൂട്ട് ലീക്ക് പോലും ഇല്ല കേട്ടോ. പിള്ളേർ നോക്കണമൊക്കെ റിയാക്ഷൻ വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. കാരണം മുന്നേ കിടന്നത് പോലെ ഇപ്പോൾ വണ്ടിയുടെ വരുന്നത് കാണുമ്പോൾ മൊത്തം ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കെടുന്നിങ്ങനെ വരുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ ചെറിയ ലിപ്പ് കയറിയാൽ തന്നെ കിറ്റിൽ മൊത്തത്തിൽ വ്യത്യാസം വരും. മറ്റേതെന്ന് പറയുമ്പോൾ നോർമലി സ്റ്റോക്ക് കിറ്റ് പോലെ ആയിരുന്നു ടൈപ്പ് ആറ് എടുക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു കിടിലൻ മഴ കിട്ടി. ആ മഴയത്ത് ഇങ്ങനെ പാട്ടും വെച്ച് മെല്ലെ ഇങ്ങനെ വരികയാണ് കേട്ടോ. വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. വേറെ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡ്രോപ്പായി മഴ കാരണം. നമുക്കൊരു വണ്ടി കാണാനുണ്ടായിരുന്നു. ഒരു വർക്കിന് വേണ്ടിയിട്ട്, ഒരു ഫുൾ വർക്കിന് വേണ്ടിയിട്ട് ഒരു സ്വിഫ്റ്റ് കാണാനുണ്ടായിരുന്നു. ആ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിട്ട്. സോ അത് കണ്ടു. അതിൻ്റെ ഇനി എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത് 2 ദിവസം കഴിഞ്ഞാൽ വർക്കിന് വരും. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ വേറെയും കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. വണ്ടിയായിട്ട് പോയിട്ട് ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ, അതായത് ലിപ്പ് അടിച്ചതല്ല, അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൊക്കേഷനിൽ പോയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ മഴ കാരണം അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു. നമ്മൾ വർക്ക് എടുത്ത താറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാളെ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മുടെ താറിൻ്റെ വീഡിയോ ആയിരിക്കും. ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ പക്ക കൂളാണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കി. അതായത് ഇവിടുന്ന് എടുക്കുമ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ചു വന്നതും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലെവലൊക്കെ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. ഈ ലിപ്പ് വെച്ചിട്ട് ചെറിയ ടെൻഷൻ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മുടെ റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കച്ചറ റോഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം അത്രയും താഴ്ന്ന് കിടക്കല്ലേ. വീട്ടിലെത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞാൻ മഴയത്ത് നമ്മുടെ വണ്ടിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടി കാണിച്ചു തരാം. ഈ കണ്ടിട്ടും മതിയാവണില്ല. അത്രയ്ക്ക് ബ്യൂട്ടി. എൻ്റെ സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വിചാരിക്കും ഇപ്പം എന്തുള്ളത്, ഇതിപ്പോൾ വണ്ടി ഇങ്ങനെ ഡ്രോപ്പായി കിടക്കുമോ, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ ചില വ്യൂവിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ വേറെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. മഴയത്ത് വണ്ടിയുടെ ഫ്രെയിം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. അത് നമുക്ക് പറ്റിയില്ല മഴ കാരണം. ഇപ്പം എന്തായാലും വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു മഴയത്ത്. ഇനി അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ലിപ്പും കാര്യങ്ങളും വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് എല്ലാവരും പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.